കേരളം മറന്നുപോയ ഒരു സമരമുണ്ട്. ആശാ വർക്കർമാരുടേതാണ്. 232 രൂപ ദിവസവേതനത്തിനാണ് അവർ ഇപ്പോഴും. 1 രൂപ കൂടുതലുണ്ട്, കുറയ്ക്കല്ലേ? 233 കുറയ്ക്കരുത്. 1 രൂപ ഇനിയും കുറയ്ക്കല്ലേ? ഇല്ല, കുറയ്ക്കില്ല, ക്ഷമിക്കുക. അപ്പോൾ അത് ഇപ്പോഴും അവർ തൊഴിലെടുക്കുന്നത് ഇതിൽ തന്നെയാണ്. ഇതിനിടയിലാണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. നവംബർ 1 ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ്, കേരള പിറവി ദിനത്തിൽ. അപ്പോൾ പ്രമുഖരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഒച്ച ശബ്ദമുയരുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും പോയേക്കല്ലേ, ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു 233 രൂപയെ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ശബ്ദം നമ്മൾ കേൾക്കാതെ ഇനിയും പോകരുത്. ഈ ഒരു എന്താ പറയുക, ദിവസം മുഴുവനും പണിയെടുക്കുന്നവരാണ്. എനിക്കറിയാം ഒരു ആശാ വർക്കറുടെ ബുദ്ധിമുട്ട്, അവർ എത്രത്തോളം ഒരു ദിവസം കിടന്ന് ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാൻ കഴിയാതെ, അവരുടെ കണ്ണീര് തുടയ്ക്കാൻ കഴിയാത്ത ഈ സർക്കാർ എന്ത് പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. നമ്മളെ ഉലയ്ക്കുന്ന ചോദ്യം, മനസ്സിനെ മതിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ സമരം കേരളത്തിലുടനീളം വാർത്തയായിട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും ഒരു സമരത്തിലാണ്. സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഈ മഴയും അതൊക്കെ വലിയ മഴയും നനഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് ഒരു പോകുമ്പോൾ നല്ല സിനിമാ പാട്ടുകൾ കേൾക്കാം. ഇപ്പോൾ വയലാറിൻ്റെ 50ാം ചരമവാർഷികമാണ്. വയലാറിൻ്റെ പാട്ടുകളുമൊക്കെ പാടി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം പാട്ട് ആസ്വദിച്ചുകൊണ്ട് പോകും. അവരുടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനിടയ്ക്ക് കേന്ദ്രം അവരുടെ വരുമാനം 10,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്, അവരുടെ ഇൻസെൻറ്റീവ്. പക്ഷേ അതും കേരള ഗവൺമെൻറ് നടപ്പാക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു 1000 രൂപ ഗവൺമെൻറ് നിങ്ങൾ അറിഞ്ഞ് സമ്മാനിക്കുക, ഈ കേരളത്തിൻ്റെ ആരോഗ്യം ഇങ്ങനെയെങ്കിലും നിലനിൽക്കാൻ കാരണം ഞങ്ങളാണ്. നോക്കൂ, ഇപ്പോൾ ആശാ വർക്കർമാർ രംഗത്തില്ല. നോക്കൂ, നമ്മുടെ ഈ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് ഉണ്ടല്ലോ, അമീബിക് മസ്തിഷ്ക ജ്വരം, അത് കേരളത്തിൽ സാർവത്രികമായിട്ട് പടർന്നു പിടിക്കുകയാണ്. നിപ്പ വീണ്ടും വന്നു. അതുപോലെ തന്നെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് ഒരുപാട് പേര് മരിക്കുന്നു. ഇങ്ങനെ പലതരം പനികൾ നാട്ടിലുടനീളം. ഇപ്പോൾ പലരും കോവിഡ് കാലത്തെ പോലെ മാസ്ക് പണിഞ്ഞാൽ നടക്കുന്നത്, അല്ല യാത്ര ചെയ്യാൻ വയ്യാണ്ടായി, നീണ്ടു നിൽക്കുന്ന ചുമ, ത്രോട്ട് ഇൻഫെക്ഷൻ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരെയൊക്കെ ഇതിലേക്ക് ആരോഗ്യത്തിലേക്ക് നയിക്കേണ്ടവരാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ കുത്തിയിരിക്കുന്നത്. CITUകാരുടെ കീഴിലുള്ളവർ ജോലിക്ക് പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ മാർഗ്ഗനിർദ്ദേശം നൽകാൻ പോലും ഗവൺമെൻറ് എല്ലാ കിണറിലും കൊണ്ടുവന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാൻ പറഞ്ഞു. ഇത് എങ്ങനെ ഇടണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആൾ വേണ്ടേ? അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു നമ്മുടെ ആശമാർ. ആ ആശമാരാണ് ദാരിദ്ര്യത്തിൽ കിടന്നിട്ട് അവിടെ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സാർ ഒന്ന് ആലോചിച്ച് നോക്ക്, 233 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു ദിവസം ജീവിച്ചു പോകാൻ കഴിയുന്നത്? അതൊരു ഈ സർക്കാരിന് എന്താണ് കണ്ണി ചോരയില്ലേ എന്ന് ചോദിച്ചു പോകുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഡെയിലി റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ വേണം, ആ സൈറ്റ് എടുക്കണമെങ്കിൽ നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ വേണമല്ലോ, ഫോൺ ചാർജ് ചെയ്യണ്ടേ, ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യണ്ടേ? അതിന് പോലും ഈ ഫണ്ട് തികയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രജിത, ഞാൻ ഈ എറണാകുളത്ത് തന്നെ കണ്ടു, മാറാപ്പ് കെട്ടി അതിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ടൊരു തള്ള നട്ടുച്ച, ഇന്നലെ വെയിലാണ്, ഇന്ന് മഴയാണെങ്കിലും നട്ടുച്ച വെയിലത്ത് കനൽ പോലെ കത്തുന്ന സൂര്യൻ, അതിന് താഴെയുള്ള ചൂടിൽ മാറാപ്പിലൊരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഒരു സ്ത്രീ നടന്നു പോവുകയാണ്. കുഞ്ഞു കിടന്ന് വിളിക്കുകയാണ്. കാരണം ദാഹം, വിശപ്പ് എല്ലാം കൊണ്ട്. മനുഷ്യപുത്രനല്ലേ, മനുഷ്യപുത്രിയല്ലേ അത്. ഇതും കൊണ്ട് പോവുകയാണ്. എന്തെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ട് വേണം ആ കുഞ്ഞിന് കഴിക്കാൻ. ആർക്കാ ഇതിനൊക്കെ സമയം? എല്ലാവരും മൊബൈലും കളിച്ചുകൊണ്ട് അതിനകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ, വെറ്റയിൽ പിടിപ്പിക്കുന്ന പോലെ ചുരണ്ടിക്കൊണ്ട് പോകുന്നു. എല്ലാവരും അവരവരുടെ തന്നെ ഡിജിറ്റൽ ലോകത്തിലേക്ക്, ഡിജിറ്റൽ ഡിവൈഡഡ് വേൾഡിലേക്കാണ്. ഇവർക്കൊരു ഫോൺ പോലും ഇല്ല, അങ്ങനെ നടന്നു പോവുകയാണ്. ആ ജീവിതങ്ങളൊക്കെ കേരളത്തിൽ തന്നെയല്ലേ നടക്കുന്നത്? പിച്ച കുപ്പയിൽ നിന്ന് ആഹാരം ചികഞ്ഞെടുത്ത് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെയല്ലേ നടക്കുന്നത്? ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുക പൂർണ്ണ ദാരിദ്ര്യ നിർമാർജിത കേരളം എന്ന് പറഞ്ഞ്. ഈ ആശ്രയ എന്നും പറഞ്ഞൊരു പദ്ധതി നേരത്തെ ഇവിടെ നടപ്പാക്കിയിരുന്നു. ആശ്രയക്കാരെന്താണെന്ന് വെച്ചാൽ പട്ടിണി പാവങ്ങളുടെ വീടുകളിലേക്ക് ചോറ് പൊതിയായിട്ട് കൊണ്ടു കൊടുക്കുക. ആശ്രയ പദ്ധതിയുടെ വോളണ്ടിയർ നമ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്. നെടുമ്പാശ്ശേരി ഏറ്റവും പണക്കാരായിട്ടുള്ള ആൾക്കാർ വരികയും പോവുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ആ സ്ഥലത്തിന് തൊട്ടടുത്തൊരു ഗ്രാമമുണ്ട്,
ഒരു ഗ്രാമമുണ്ട്, ഗ്രാമത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടേക്ക് ഈ ആശ്രയ പ്രവർത്തകർ ചെന്നു. പൊതിയുമായിട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഇതാരാ വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അക്ഷരാഭ്യാസമില്ല, റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത കുറേ പൗരന്മാർ. ഇതാരുമല്ല, CPMൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്. അവരാളുകളെ പേടിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള മനുഷ്യരെ, പരിഷ്കാരികളായിട്ട് ഷർട്ട് വിട്ട് വരുന്ന മനുഷ്യരെ ആദ്യമായിട്ട് കാണുക. ഇത് നിങ്ങൾക്കുള്ള ചോറാണെന്ന് പറഞ്ഞപ്പോൾ ഗാസയിലെ അഭയാർത്ഥി കുട്ടികൾ പാഞ്ഞെടുക്കുന്നത് പോലെ ഈ ആഹാരത്തിന് നേരെ പാഞ്ഞെടുത്ത് എടുത്തുകൊണ്ട് പേടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം ഈ നമ്മുടെ വാണിജ്യ തലസ്ഥാനമായി എറണാകുളത്തുണ്ട്. പറഞ്ഞത് എന്തിനധികം പോകുന്നു? വാണിജ്യ തലസ്ഥാനത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആശാവർക്കർമാരെ, ഇതെല്ലാം നമ്മുടെ ദൃശ്യങ്ങളായിരിക്കെ ശരിക്കും വളരെ ലജ്ജാവഹമാണ് ഈ ഒരു പ്രഖ്യാപനം. ഇങ്ങനെ പ്രഖ്യാപനം കൊണ്ടല്ല ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് ക്ഷേമം വരുത്താൻ. അവിടെ വരുന്നവരാ മോഹൻലാൽ, കമലഹാസൻ, മമ്മൂട്ടി, ഇവരെല്ലാം ഇപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് അങ്ങോട്ട് മുക്തരായിട്ടേ ഉള്ളൂ. ആനക്കൊമ്പ് വെച്ചതിൻ്റെ കേസ് ഇവരെ വിളിച്ചു വരുത്തി നടത്തിയാൽ ഗ്ലാമർ ഉണ്ടാവും. ആ പരിപാടിക്ക് ഗ്ലാമർ വരുത്താൻ എന്ത് വൃത്തികേടായി നടക്കുന്നത്. മോഹൻലാലിനുള്ള സ്വീകരണം നേരത്തെ കൊടുത്തു കഴിഞ്ഞില്ലേ, ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ. അതെ, അതിന് 3 കോടി രൂപ അതിന് വേണ്ടി ചിലവാക്കി. ഇവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് കുന്തമായിരുന്നത്? അത് എന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ. അവരുടെ ആരാധകർ എന്നെ തല്ലിയാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല. സുരേഷ് ഗോപി കൊടുക്കുന്നുണ്ട്, മനുഷ്യകാരുണ്യപരമായിട്ട് പലരെയും അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്, അഭിമാനപൂർവ്വം പറയുന്നു. എന്ത് കുന്തം അവർ ചെയ്തിട്ടുള്ള ദാരിദ്ര്യം, നിർമ്മാർജ്ജനത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വേണ്ടിയിട്ട് കോടികൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമല്ലോ ഉള്ളവരാണോ അത്? ഈ പാവപ്പെട്ട മാറാപ്പുമായിട്ട് പോകുന്ന ആ സ്ത്രീയെ അവിടെ വിളിച്ചു വരുത്തൂ, അവരുടെ കുഞ്ഞിന് ആഹാരം കൊടുക്കാനുള്ള പണം കൊടുക്കൂ, അതല്ലേ ചെയ്യണ്ടേ? അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ഈ ഡസ്റ്റ് ബിന്നുകൾ പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, വേസ്റ്റ് ബിന്നുകളിൽ നിന്ന് ആഹാരം ശേഖരിക്കുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തൂ, അവർക്ക് ആ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് കൊടുക്കൂ. എന്നിട്ട് ഈ ആഹാരം കൊടുത്തു എന്ന് തന്നെ. ഈ ആഹാരം എങ്ങനെയാണ് പട്ടിണി മാറിയെന്നറിയാമോ? ഓരോ പൗരനും, ഓരോ വീടിനുമല്ല, ഓരോ പൗരനും 5 കിലോ അരി വീതം സൗജന്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് പോഷകത്തിന് ആവശ്യമായിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന അരി തന്നെ ഫോർട്ടിഫൈഡ് ആണ്, വൈറ്റമിൻസ് ചേർത്താണ് കൊടുക്കുന്നത്. റേഷനടി ഇപ്പം നല്ല 1-ാം തരം അരി കിട്ടുന്നതിൻ്റെ കാരണം എന്താണ്? അത് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, ക്വാളിറ്റി നോക്കിയാണ് കൊടുക്കുന്നത്. പണ്ട് പുഴുക്കല്ലരി എന്ന് നമ്മൾ പറയുമ്പോൾ കല്ല് അരി ആണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നല്ല നമ്മൾ ഈ കമ്പളത്തിൽ നിന്ന് 60 രൂപ കൊടുത്ത് കിലോയ്ക്ക് 60 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന അരിയേക്കാൾ നല്ല അരിയാണ് കേവലം 10 രൂപയ്ക്ക് കിട്ടുന്നത്. പാവങ്ങൾക്കത് സൗജന്യമാണ്. അപ്പോൾ ദാരിദ്ര്യം ഇവിടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഉത്തരവാദി. കേരള ഗവൺമെന്റ് റേഷൻ കടകളുടെ കാര്യം അറിയില്ലേ? ഇപ്പൊ ഇവര് കിറ്റ് കൊടുക്കുമായിരുന്നല്ലോ. ഈ കിറ്റ് പരിപാടി ശുഷ്കിച്ച് ഇപ്പോ ഏറ്റവും ആ കാർഡുകാർക്കായി എല്ലാവർക്കും കിറ്റില്ല. മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് കിറ്റ്. ഓക്കെ, അവർക്ക് കിട്ടട്ടെ, അവർക്കെങ്കിലും കിട്ടട്ടെ എന്നേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് കുറച്ചുകൊണ്ട് വരികയാണ്. ഇതെല്ലാം കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇത് കുറയ്ക്കാൻ നിൽക്കുന്നത്? ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ? എങ്ങനെയാണ് ഈ ഖജനാവ് കാലിയായത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് പണം ഉപയോഗിച്ചിട്ടുള്ളത്? ഇപ്പൊ ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജാണത്. ആ ഫ്രണ്ട് പേജാണ്. അപ്പൊ ഇതില് നവകേരള സദസ്സിൽ ജനങ്ങളോടൊപ്പം രൂപകൽപ്പന ചെയ്ത 950 കോടി രൂപയുടെ 209 വികസന പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ പദ്ധതികളിൽ ഇതെല്ലാം തന്നെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഉള്ള പരസ്യങ്ങളാണ്. ഈ പരസ്യത്തിന് എത്ര കോടിയായി കാണും? അതെ, അതൊരു കോടിയാണ്. ഈ പറയുന്ന പ്രോജക്റ്റുകൾ പറയുന്നത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ളതാണ്. ആയിക്കോട്ടെ, റോഡുകൾ നവീകരിക്കണം, അത് വേണ്ട എന്ന് പറയുന്നില്ല. ഇതുപോലെ തന്നെയല്ലേ ഈ സാധാരണക്കാരന്റെ കാര്യവും? ഈ സാധാരണക്കാരന് കൊടുക്കേണ്ട കാര്യങ്ങൾ മുടക്കിയിട്ടല്ലല്ലോ ഇത് ചെയ്യേണ്ടത്, അതും ചെയ്യേണ്ടതാണ്. അതുപോലെ ശബരിമല അയ്യപ്പ സംഗമം 9 കോടി രൂപയാണ്. അതെന്തിനാ? ആ പണം പാവങ്ങൾക്ക്, സംഗമത്തിന് പകരം പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം. നമ്മൾ പറഞ്ഞല്ലോ ആശമാരുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ സാർ? ഈ ആശമാർക്ക് വേണ്ടിയിട്ട് അത് വകയിരുത്തിക്കൂടെ? ഹരിതകർമ്മ സേനയുടെ തുക ഉയർത്തിക്കൂടെ? അങ്ങനെ അടിസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എന്താ പറയാ ശമ്പളത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചുകൂടെ? അതുകൊണ്ടാണ് അവർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കാരണം വീട്ടിൽ പോയിട്ട് കാര്യമില്ല, പണമില്ല,
പോഷകമില്ലാതെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. അതല്ല, പോഷകാഹാരം വേണ്ടേ? ആഹാരം കൊടുത്തിട്ട് കാര്യമുണ്ടോ? പോഷകം വേണ്ടേ? അല്ലെങ്കിൽ ശിശുക്കൾക്ക് വളർച്ച ഉണ്ടാകാതെ. സാർ പോഷകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാരുണ്യ എന്ന് പറയുന്ന ഒരു ഫാർമസിയെ ജനറൽ ഹോസ്പിറ്റലിൽ കാണും, പകുതി മരുന്ന് ഉണ്ടാവില്ല. ജനറൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ നിന്ന്, വലിയ ക്യൂ ആയിരിക്കും, ഇത്രയും ആളുകൾ വരുന്നതല്ലേ, ഈ ആളുകളെല്ലാം ക്യൂ നിന്ന് അവിടെ എത്തുമ്പോൾ കൊടുത്തതിൽ ഒരു മരുന്നായിരിക്കും ഉണ്ടാവുക. ഒരു മരുന്ന് ഉണ്ടെങ്കിൽ അത് അവന്റെ ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെയാണ് കേന്ദ്രം ജനൌഷധി ജനറിക് മെഡിസിൻസ് മറ്റതിനേക്കാളൊക്കെ എത്രയോ ആളുകൾക്ക് ഉപകാരപ്രദമാണ് ആ ഒരു കാര്യം. വലിയൊരു വിപ്ലവമാണ് നടത്തിയത്. അതെ അതെ. അപ്പോൾ ഇതിനൊന്നും ഫണ്ട് ചെലവഴിക്കാതെ വരുന്ന കാര്യങ്ങളെ മുഴുവനും ഈ ലാവിഷാക്കി കളഞ്ഞ് പബ്ലിസിറ്റി നടത്തുക, അതാണ് അതിൽ നമ്പർ 1 ആണെന്ന്. ഇപ്പം ഈ മസ്തിഷ്ക ജ്വരം വ്യാപിക്കുമ്പോഴും വീണ ജോർജിൻ്റെ ആ ഒരു തള്ളു കേട്ടാൽ തോന്നും കേരളം നമ്പർ 1 ആയിരിക്കുകയാണ്. ഇതുപോലെ വൃത്തികെട്ട ഒരു അസുഖമില്ല. കാരണം ഇത് ഹൈജീൻ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകും. കേരളത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഹൈജീൻ പോലും ഇല്ല. അവിടെയും ഈ ആശമാരുണ്ടായിരുന്നുവെങ്കിൽ അവർ സമയാസമയങ്ങളിൽ വരികയും എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അങ്ങനെ പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് വൃത്തി കൊണ്ട് തന്നെ പരിഹരിക്കാവുന്ന അസുഖങ്ങളാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത്, തള്ളുന്നത് മാലിന്യമുക്ത കേരളം എന്നാണ് പറയുന്നത്. ഈച്ചകളില്ലാത്ത ഒരൊറ്റ കടയുണ്ടോ കൊച്ചി നഗരത്തിൽ? ചെളിവെള്ളം കെട്ടുകിടക്കാത്ത ഒരിടമുണ്ടോ നമ്മുടെ നാട്ടിൽ? ഈ കൊച്ചിയിൽ ഈ ചെളിവെള്ളത്തിൽ കൂടെയല്ലേ എലിപ്പല്ലി പടരുന്നത്? ആരോഗ്യകരമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യമില്ലാതെ, അടിസ്ഥാനപരമായില്ലാതെ തള്ളു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.